ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണം പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. വിചാരിച്ച പോലെ എളുപ്പമല്ല അമേരിക്കക്ക് കാര്യങ്ങളെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ആക്രമണം തുടങ്ങുമ്പോൾ ഒരാഴ്ച കൊണ്ട് എല്ലാം ഞങ്ങൾ തീർത്തു തരാമെന്ന രീതിയിലായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശരീരഭാഷയെങ്കിൽ ഇപ്പോൾ കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടാൻ പോകുന്നു, നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തകർക്കുന്നത് US-ന് കനത്ത തിരിച്ചടിയാവുകയാണ്. ജോർദാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും താഡ്, പാട്രിയറ്റ് തുടങ്ങി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തകർത്തു. ആയുധ നിർമ്മാണ കമ്പനികളുടെ മേധാവികളുടെ യോഗം വിളിച്ചിരിക്കുന്നു ട്രംപ്. ആയുധങ്ങളുടെ ഉൽപ്പാദനം 4 ഇരട്ടിയാക്കാൻ തീരുമാനമെടുത്തതായും ട്രംപ് അറിയിച്ചു. BK സുഹൈലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. സുഹൈൽ, വിചാരിച്ച പോലെ എളുപ്പമല്ല കാര്യങ്ങളെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. അമേരിക്കയുടെ വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തകർന്നിരിക്കുന്നു. ഇറാന്റെ ആക്രമണത്തിൽ എത്ര വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് മറികടക്കാൻ എന്തെല്ലാം അടിയന്തര സന്നാഹങ്ങൾ, സംവിധാനങ്ങൾ അമേരിക്ക ആലോചിക്കുന്നു? സൈഫുദ്ദീൻ, ഈ യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ജോർദാനിലെ മുവഫക് എയർബേസിലെ താഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആകെ ഇറാൻ തകർത്തിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെലവേറിയതാണ്. സാധാരണ രീതിയിൽ ഒരു ഇറാന്റെ മിസൈലിനെ തകർക്കാൻ പോലും ഇപ്പോൾ സംഭവിക്കുന്നത് അത് മാത്രമല്ല, ആ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ ആകെ തകരുന്നു എന്നുള്ളതാണ്. താഡ്, പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ആകെ നിരത്തി വെച്ചുകൊണ്ടാണ്, പശ്ചിമേഷ്യയിൽ ആകെ നിരത്തി വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാം എന്ന് അമേരിക്കയും ഇസ്രായേലും കാണുന്നത്. പക്ഷേ യുദ്ധം ഒരാഴ്ച പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കുക, ഇപ്പോൾ താഡ്, പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ ഈ സംവിധാനങ്ങളിൽ നിന്നും ഒരു മിസൈൽ അയക്കാൻ 30 കോടിയോളം രൂപ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ ഒരു മിസൈലിന് ചുരുങ്ങിയാൽ 20 ലക്ഷം രൂപ അടക്കം മാത്രമാണ് ചെലവ് വരിക. സാധാരണ രീതിയിൽ ഈ ചെലവ് തന്നെ അമിതമായൊരു ചെലവാണ്. പക്ഷേ നമ്മൾ കാണുന്നത് താഡ്, പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ആകെ തകർന്നു പോകുമ്പോൾ അതിൻ്റെ ചെലവും അതിൻ്റെ നാശനഷ്ടവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ താഡ് ഒരു ബാറ്ററിക്ക് മാത്രം $1 ബില്യൺ ആവശ്യമുണ്ട്. മൊത്തം സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ 5 ബില്യണിലധികം വരുന്ന ചെലവ് ഒരൊറ്റ താഡിന് വേണം. അപ്പോൾ ലോകത്ത് തന്നെ US-ൻ്റെ താഡ് ബാറ്ററികൾ 8 ബാറ്ററികൾ മാത്രമുള്ളൂ എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വെച്ചിട്ടാണ് പ്രധാനപ്പെട്ട സംവിധാനങ്ങളെ ഇവർ മാനേജ് ചെയ്യുന്നത്. അതാണിപ്പോൾ വലിയ തരത്തിലുള്ള സ്റ്റോക്ക് കുറവിലേക്ക് പോകുന്നത്. പലതരത്തിൽ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ ജോർദാനിൽ നടന്ന ആക്രമണം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പൂർണ്ണമായും തകർന്നു എന്നുള്ളത്. സൗദി അറേബ്യയിലെയും ഖത്തറിലെയും അതേപോലെ തന്നെ UAE-യിലും എല്ലാം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിലെന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇത് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. US മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ട്രംപ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ, ഡിഫൻസ് കമ്പനികളുടെ CEOമാരുടെ വളരെ പ്രത്യേകമായൊരു യോഗം വിളിച്ചു ചേർത്തു. അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വളരെ പെട്ടെന്ന് 4% വരുന്ന 4 ഇരട്ടിയോളം വരുന്ന ആയുധങ്ങൾ കൂടുതലായി നിർമ്മിക്കണം, അത് വേഗത്തിൽ വേണമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും ആശങ്കയേറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ ചെലവ് മാത്രമല്ല പ്രശ്നം, ഈ രൂപത്തിൽ അത് നിർമ്മിച്ചെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനും കുറേയേറെ സമയം കൂടി എടുക്കും എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്കയുടെ പല സംവിധാനങ്ങളും അവർ പലയിടങ്ങളിലാണ് ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. ഒന്ന്, യുക്രൈൻ യുദ്ധത്തിന് വേണ്ടി കുറേയേറെ എണ്ണം അവിടേക്ക് കൊടുത്തു. അതേപോലെ തന്നെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായി ദക്ഷിണ കൊറിയയിൽ കുറേയേറെ വിന്യസിച്ചിട്ടുണ്ട്. ചൈന തായ്വാൻ സംഘർഷത്തിൻ്റെ ഭാഗമായി തായ്വാനിലും അമേരിക്ക ഈ താഡും പാട്രിയറ്റും എല്ലാം ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായി കുറേ എണ്ണം ഇസ്രായേലിലും ഇത് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒറ്റ മേഖലയിലേക്ക് പെട്ടെന്ന് കേന്ദ്രീകരിക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറവ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ എടുക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ് സാധാരണ ജനങ്ങൾക്ക് ആശങ്കയുള്ളത്.
അത് ഈ സംവിധാനങ്ങൾ അവരുടെ മിലിറ്ററി അസറ്റുകൾക്ക് നേരെയും അതേപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾക്ക് മാത്രവുമായി പരിമിതപ്പെടുത്തുക എന്നൊരു തന്ത്രം കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായി ഇത്തരം ഒരു സ്റ്റോക്ക് കുറവുണ്ടായ സന്ദർഭത്തിൽ ഇപ്പോൾ താഡിൻ്റെയും പാട്രിയറ്റിൻ്റെയും ഒക്കെ കുറവ് വന്ന ഒരു സാഹചര്യത്തിൽ അയൺ ഡോമിൻ്റെയൊക്കെ കുറവ് വന്ന ഒരു സാഹചര്യത്തിൽ അത് സാധാരണ ജനങ്ങൾക്ക് മേൽ മുകളിൽ വീഴുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുകയും അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും കുറഞ്ഞ എണ്ണം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് ഇസ്രായേലിൽ നമ്മൾ കണ്ടു. സമാനമായ സാഹചര്യങ്ങൾ ഗൾഫ് മേഖലയിലാകെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. മറ്റു മേഖലകളിലേക്ക് എല്ലാ മേഖലകളിലും വിന്യസിച്ചിട്ടുള്ള ഈ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ അവർ സ്വാഭാവികമായും കുറയും. ഇപ്പോൾ US-ൻ്റെ പൗരന്മാരോട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം 14ഓളം രാജ്യങ്ങളിൽ നിന്നാണ് എത്രയും പെട്ടെന്ന് മടങ്ങണം എന്ന് അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശമെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ സേഫാക്കുക, സ്വന്തം മിലിറ്ററി ബേസുകളും സേഫാക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അപ്പോൾ അമേരിക്കയെല്ലാം ഈ നാവിക താവളങ്ങളും അതേപോലെ തന്നെ എല്ലാ ബേസുകളും ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും പ്രതിരോധവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് തിരിച്ചടിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ശക്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്.